അവിടെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറിക്ക് അനുമതി നൽകിയതിൽ ഗുരുതര ക്രമക്കേട് നടത്തിയെന്നാണ് ആരോപണം. കഴിഞ്ഞ വർഷം മലിനീകരണ നിയന്ത്രണ ബോർഡ് കമ്പനിക്ക് ചുമത്തിയ 37 ലക്ഷം രൂപയുടെ പിഴ അടയ്ക്കാതെ കമ്പനിക്ക് വീണ്ടും പ്രവർത്തനാനുമതി നൽകിയെന്നാണ് ആരോപണം. മഴക്കാലത്ത് പുഴവെള്ളം കയറുകയും മാലിന്യം വെള്ളത്തിൽ കലരുകയും ചെയ്യുന്ന പ്രദേശത്ത് കമ്പനിക്ക് അനുമതി നൽകിയതും ക്രമക്കേടാണെന്ന് വിവരാവകാശ പ്രവർത്തകൻ സെയ്തലവി തിരുവമ്പാടി മീഡിയ വണിനോട് പറഞ്ഞു. രൂക്ഷമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് 6 വർഷമായി പ്രവർത്തിക്കുന്ന ഫ്രഷ് കട്ട് കമ്പനിക്ക് അനുകൂലമായാണ് ഏറ്റവും അവസാനം ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് ലഭിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്നുള്ള ഉത്തരവ് വരാൻ കാരണമായിക്കൊണ്ട് നാട്ടുകാർ, അതായത് പ്രദേശവാസികളൊക്കെ പറയുന്ന കാര്യം, ഇവിടെ നിന്ന് പോകുന്ന റിപ്പോർട്ടുകൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ നിന്ന് അത്തരം ഉത്തരവ് വരുന്നത് എന്നാണ്. ഇപ്പോൾ ഏതായാലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ മനുഷ്യാവകാശ പ്രവർത്തകൻ സെയ്തലവി തിരുവമ്പാടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് നിങ്ങൾ ആരോപിക്കുന്നത്? 21/5/2024 37,10,000 രൂപ പാരിസ്ഥിതിക നഷ്ടമുണ്ടാക്കിയതിന് മലിനീകരണ ബോർഡ് പിഴ ചുമത്തിയിട്ടുള്ള കമ്പനിയാണ് ഫ്രഷ് കട്ട്. 15 ദിവസം കൊണ്ട് പൈസ അടക്കാൻ പറഞ്ഞുകൊണ്ട് നോട്ടീസ് കൈപ്പറ്റിയിട്ടും 18 മാസം കഴിഞ്ഞിട്ട് ഇന്നേ ദിവസം വരെ പണം പൂർണ്ണമായിട്ടും അടവാക്കിയിട്ടില്ല. ഈ തുക അടക്കാത്ത കമ്പനിക്ക് മലിനീകരണ ബോർഡ് വീണ്ടും 27 വരെ അനുമതി നീട്ടി നൽകിയത് വൻ ക്രമക്കേടാണ്. അത് അഴിമതിയുടെ ഭാഗമായിട്ടാണ്, അത് അന്വേഷിക്കേണ്ടതാണ്. പുഴയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്, 100 മീറ്ററേ ഉള്ളൂ ഇരുതുള്ളി പുഴയിലേക്കുള്ള ദൂരം. അവിടെ ഇങ്ങനെ റെഡ് സോണിൽപ്പെട്ട ഒരു സ്ഥലത്ത് ഇങ്ങനെ കമ്പനിക്ക് അനുമതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ക്രമക്കേട് നടന്നിട്ടില്ലേ? അവിടെ 8/8/2024 കമ്പനിയിൽ ഒരാൾ പൊക്കത്തിൽ വെള്ളം കയറി 35 ലക്ഷം രൂപയുടെ അസംസ്കൃത വസ്തു. ഫ്രഷ് കട്ട് എന്ന കോഴിമാലിന്യ സ്ഥാപനത്തിൽ അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് മാലിന്യ ഉൽപ്പന്നങ്ങളുമാണ്. ഇത് വെള്ളത്തിൽ കലർന്നിട്ടുണ്ട് എന്ന് കമ്പനിയുടെ മാനേജർ, ജനറൽ മാനേജർ തന്നെ രേഖാമൂലം എഴുതി കൊടുത്തിട്ട് അതിൽ നടപടി സ്വീകരിക്കെ അത് ദുരന്ത നിവാരണ അതോറിറ്റിയെ അറിയിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ അതിൽ നടപടി സ്വീകരിക്കുകയോ, ഈ 35 ലക്ഷം രൂപയുടെ മാലിന്യം ഒരേ സമയം വെള്ളത്തിൽ ലയിക്കുമ്പോൾ കോടികളുടെ നഷ്ടം അവരിൽ നിന്നും പാരിസ്ഥിതിക നഷ്ടം ഈടാക്കേണ്ടതാണ്. എന്നാൽ ഉദ്യോഗസ്ഥർ ഇതിന് ഒരു റിപ്പോർട്ട് എഴുതുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഈ വെള്ളം ഇരുതുള്ളിപ്പുഴ വഴി ഒഴുകി ചാലിയാർ വഴി കടലുണ്ടി പുഴയിലേക്കാണ് എത്തുന്നത്. കടലുണ്ടി ഭാഗത്തൊക്കെ അമീബിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, താമരശ്ശേരി ഭാഗത്ത് അമീബിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മഞ്ഞപ്പിത്തം പോലുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരം മാലിന്യം വന്നതുകൊണ്ടാണോ എന്ന് പോലും പരിശോധിക്കപ്പെടേണ്ട ഒരു ഗുരുതരമായ ആരോപണം തന്നെയാണ് ഉന്നയിക്കുന്നത്.